എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം വരാൻ പോണു. നാളെ മുതല് ഓണ വിഭവങ്ങളുമായി ഞങ്ങൾ വരുന്നു. നമ്മുടെ സ്വീറ്റ് കോൺ ഇല്ല, സ്വീറ്റ് കോൺ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇവിടെ ഈ കുമാരി ഡയറ്റ് ആയതുകൊണ്ട് മിക്കവാറും രാത്രി സൂപ്പ്, സാലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ സ്വീറ്റ് കോൺ അതിലെപ്പോഴും ഇടും. അത് ഇടണം എന്താ വെച്ചാല് ക്യാരറ്റും പിന്നെ എന്തായാലും വെള്ളരിക്കയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മട്ടിക്കും, പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സ്വീറ്റ് കോണിന്റെ ചെറിയൊരു മധുരം ഉണ്ടാവൂലേ, അതൊരു രസമാണ്. എന്തിനാ വെളുത്തുള്ളി പൊള്ളും. അപ്പോ വാക്കും കിട്ടണില്ല, എന്താ കുടിക്കുന്ന സാധനം സൂപ്പ്. അതുണ്ടാക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഈ സാധനം മേടിച്ചു വെക്കും. അപ്പൊ ഞാന് ഇന്നിപ്പോ വേറൊരു സാധനം ചെയ്യാന്ന് വിചാരിച്ചു. എനിക്കത് വെറുതെ അങ്ങനെ പുഴുങ്ങിയ ചൂടോടെ അത് കഴിക്കാൻ തന്നെ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഈ ആകാശം അതിൽ ചെറുനാരങ്ങ നീരും എന്തൊക്കെ പെരട്ടില്ല, കുരുമുളകും ഉപ്പും ഒക്കെ പെരട്ടും. ഇന്ന് ഞാൻ വേറൊരു സാധനം ചെയ്യാൻ പോവാം. അപ്പൊ അതിന് ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പൊ അതൊന്ന് ഇങ്ങനെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എല്ലാവരും ഉണ്ടാവും. ബട്ടർ, ഈ ബട്ടർ എടുത്തു വയ്ക്കണം എന്തിനാന്ന് അറിയോ? ഇത് അച്ഛനെ കഴിക്കാൻ കൊതിയൻ ഒരു രക്ഷയില്ലാന്നേ. നമ്മള് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ എടുത്ത് ഭദ്രമായിട്ടൊക്കെ വെക്കും, കൊതിയൻ അതൊക്കെ എടുത്ത് കഴിക്കും. ഒരു സാറ്റിസ്ഫൈങ് പരിപാടിയാണ് ഈ ബട്ടർ മേലെ ഇഷ്ടാവല്. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് നമ്മള് ഈ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇല്ലേ, അത് ചേർക്കണം. ഈ ബട്ടറിൽ വെളുത്തുള്ളി മൂക്കണം ഒരു പ്രത്യേക വാസനയില്ലേ. വെളുത്തുള്ളി സാധനം, വെളുത്തുള്ളി ആൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. വെളുത്തുള്ളി പിക്കിൾ ഇഷ്ടമാണ്, അല്ലാണ്ട് അതിപ്പോ ഡയറ്റ് തുടങ്ങിയപ്പോഴാട്ടോ അല്ലേ? പച്ചക്കറികൾ മാത്രം കഴിച്ചു തുടങ്ങിയപ്പോഴേ. ഇപ്പൊ സാലഡ് അല്ലെങ്കിൽ സൂപ്പിലൊക്കെ ഇതിങ്ങനെ കടിച്ചു കഴിഞ്ഞാ ഇഷ്ടല്ല. മിഥുന്റെ സൂപ്പ് കോമഡിയാ. ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ പോരാ, ടേസ്റ്റ് അല്ല. ഒരു നുള്ള്, ഒരു അര സ്പൂണൊക്കെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കാറില്ല തോന്നുന്നു, വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കണേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയില് ഒരു അര സ്പൂണ് അതിൽ ഈ കഷ്ണിട്ട് ഇങ്ങനെ കാണിക്കും, വെള്ളം ഒഴിക്കും, കുരുമുളക് പൊടിയുടെ ഉപ്പിടും, ബസ്. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടേ ചതച്ച മുളക്, നമ്മുടെ ടൊമാറ്റോ സോസ്, മുളക്. ഇനി എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, കുറച്ചുകൂടെ കളറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതൊന്നും വേണ്ടല്ലോ വെച്ചിട്ടാ. ഇവിടെ എരിവ് ഇത്രയും തന്നെ ധാരാളമാണ്. ലെമൺ ജ്യൂസ്, കുരു വീണിട്ടുണ്ട്, അതാണ് ഞാൻ കൈ വെച്ച് ഒഴിക്കണം കേട്ടോ. ഇനി ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് നോക്കും, ഇത് അമ്മ നോക്കിക്കോളൂ. എന്താ കുട്ടിക്ക് നോക്കാറില്ലേ? നോട്ട് ഇൻട്രസ്റ്റഡ്. നമുക്കിത് ഇവനെ എങ്ങനെ വെച്ച് കൊടുക്കാം. ചോളം വേവിച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിലൊന്ന് നല്ലപോലെ പിടിച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നല്ലേ. തിരിയടോ. മധുരത്തിൽ കൊണ്ടൊന്ന് പുളി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്താവും അതെ, പാറ എന്ത് ചെയ്താലും അതാണല്ലോ സ്പെഷ്യൽ. തേങ്ങ കുശുമ്പെന്ന് പറയുന്നത് വേഗം ഉണ്ടാക്കൂ. മതി, എത്ര നേരമായി? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പ്രശ്നം? എന്താ പണി പറയൂ. പ്രാക്ടീസ്. റെസിഡൻസിൽ ആന്റിമാരുടെ കൂടെ ഡാൻസ് കളിക്കാനല്ലേ? ആരൊക്കെ ഉണ്ട് അതൊന്നും പറയൂല. സസ്പെൻസ്. സത്യത്തിൽ ഇവിടെ റെസിഡൻസുകാർക്ക് മൊത്തത്തിൽ സസ്പെൻസ് ആണോ? എല്ലാരും അറിഞ്ഞ ഞങ്ങൾ കളിക്കണ്ടെന്ന്. അതെനിക്ക് മേടിച്ച പഴല്ലേ. കഴിച്ചോട്ടാ. ഞങ്ങളുണ്ടല്ലോ റെസിഡൻസിന് അമ്മമാരുടെ ഡാൻസിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് പിള്ളേർ കയറുന്നുണ്ട്. ആ പിള്ളേരുടെ ഡാൻസ് കണ്ടുമ്പോൾ അമ്മ ഇങ്ങനെ സ്റ്റേജിൽ വായം വിളിച്ചിരിക്കുന്നു. നോക്കിയോ, ചീത്ത പറയണ്ടിരുന്നാ മതി. തോന്നിയാസക്കളി അങ്ങനെ ചെയ്യോ?
ആ നീയും തമ്പുരൊക്കെ അല്ല, എനിക്ക് ഒട്ടും വിശ്വാസമില്ല. തമ്പുര് ഞാൻ ചെയ്താലും തമ്പുര് ചെയ്യോ? തമ്പുരു എന്ന് പറയണത് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയാട്ടോ. ഇവിടെ ആന്റി ഇന്നലെ പറയണ്ടായിരുന്നു എന്തോ എന്റെ കഥകളി പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആന്റി. അപ്പൊ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഓഡിയൻസിനെ കാണിച്ച കൂട്ടത്തിൽ ആന്റീനെ അങ്കിളിനെ ഇങ്ങനെ കാണിച്ചു ഇത്രേ. അപ്പൊ അതാരോ കണ്ടപ്പോ ചോദിച്ചു നല്ല അവരായിട്ട് എങ്ങനെയാ പരിചയം? അപ്പൊ ആന്റി പറഞ്ഞത് എന്റെ അയൽവക്കത്തെ കുട്ടിയാ, നല്ല കുട്ടിയാ ഒക്കെ പറഞ്ഞു. അമ്മയല്ല എന്നെ, ഞാൻ നല്ല കുട്ടിയാന്ന്. പൊട്ടിമുളച്ച് വന്നല്ലോ. അച്ഛനാണ് അച്ഛൻ. പോണു കഴിഞ്ഞാ ആ എന്താ വേദന എടുത്തതും ആശുപത്രി കിടന്ന് കരഞ്ഞതും ഞാൻ. യെസ് Robusta പഴം is secret of my energy. വേണ്ട വേണ്ട എന്താ ഇതൊന്ന് കഴിയോ? ഞാൻ പൊക്കോട്ടെ. കുട്ടിയെ ഇത് എന്താ ഈ കുട്ടിക്ക് ഒരു ക്ഷമയില്ലാത്ത? പിന്നെ ഇത് നമുക്ക് ടേസ്റ്റ് നോക്കണം. ആരാ നോക്കണേ? ഭർത്താവിന് കൊണ്ട് കൊടുക്കൂ. നിങ്ങളല്ലേ വലിയ ടീംസ്. ഭാര്യ ഉണ്ടാക്കിയ മനോഹര എന്ന് പറയുന്ന ആള് കൊണ്ട് കൊടുക്കും. എനിക്ക് വേണ്ട, കഴിക്കാൻ മൂടില്ല. ഓഫ് ചെയ്യട്ടെ? റെഡി ആയില്ലേ? അല്ല കൈൻഡ് ഓഫ് ഒരു ചൈനീസ് ടേസ്റ്റ്. ചൈനീസ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.